കാസർഗോഡ് മഞ്ചേശ്വരത്ത് പശുക്കടത്ത് ആരോപിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പരാതിക്കാരനായ ഡ്രൈവർക്കെതിരെയും കേസ്. വണ്ടി തടഞ്ഞ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയായ കർണാടക സ്വദേശി നൽകിയ പരാതിയിലാണ് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തത്. പശുക്കളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പിക്കപ്പ് വാൻ ഡ്രൈവർ മർദ്ദിച്ചു എന്നതാണ് കേസ്. മഞ്ചേശ്വരം ബായാറിൽ പശുക്കടത്ത് ആരോപിച്ച് ശനിയാഴ്ച രാത്രി 9 മണിക്കാണ് ബൈക്കിലെത്തിയ സംഘം പിക്കപ്പ് വാൻ തടഞ്ഞ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയത്. പിക്കപ്പ് ഡ്രൈവറായ പൈവളികെ ആവളയിലെ ഇബ്രാഹിം ഖലീൽ നൽകിയ പരാതിയിൽ കർണാടക ബണ്ട്വാൾ സ്വദേശി പുനീത് കുമാർ, സുദീപ് എന്നിവർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇതിനിടെ പ്രതികളിലൊരാളായ പുനീത് കുമാർ ഡ്രൈവർക്കെതിരെ പരാതി നൽകുകയായിരുന്നു. പശുക്കളെ വാഹനത്തിൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പിക്കപ്പ് ഡ്രൈവർ ഇബ്രാഹിം ഖലീൽ മർദ്ദിച്ചുവെന്നാണ് കേസ്. നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പശുക്കടത്ത് ആരോപിച്ച് ആക്രമണം നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് സെക്രട്ടറി വിനയകുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പൈവളികയിലെ ബായാറിൽ വെച്ചാണ് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം സംഘപരിവാറിന് നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഭീകരമായ ഒരു സംഭവമാണ്. ഈ ഭരണം മാറിയതോടുകൂടി തന്നെ ഈ ഭരണത്തിൻ്റെ തണലിൽ, പുതിയൊരു ഭരണത്തിൻ്റെ തണലിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘം ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്. പോലീസ് അപ്പോൾ തന്നെ ഇടപെടുകയും പോലീസ് ഇടപെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുകയും ഒരാളെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്ത് നിമിഷം നേരെ കൊണ്ട് ആ വ്യക്തിക്ക് ജാമ്യം ലഭിക്കുന്ന സ്ഥിതിയും കൂടി ഈ നാടിനകത്തുണ്ടായി. കർണാടകയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പശുക്കടത്തിന്റെ പേരിലുള്ള അക്രമ സംഭവങ്ങൾ പതിവാണ്. നേരത്തെ കാസർഗോഡിന്റെ അതിർത്തി മേഖലയിൽ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലും സ്വാധീനമെത്തിക്കുന്നതിനുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് പശുക്കടത്തിന്റെ പേരിലുള്ള ആക്രമണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പശുക്കടത്ത് ആരോപിച്ച് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി നൽകിയ പരാതിയിൽ പരാതിക്കാരനെതിരെ കേസെടുത്തതിൽ ശക്തമായ വിമർശനമുയരുന്നുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.